നാം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പ്രവർത്തികളെ കൂടുതൽ അനുകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, മല്ലനായ ഗോലിയാത്ത് 40 ദിവസമായിട്ട് ഇസ്രയേലിനെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരന്തരം വന്ന് വെല്ലുവിളിക്കുന്നതായ സമയത്താണ് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് ആ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാനും ഈ മല്ലനായ ഗോലിയാത്തിനെ നേരിടാം, യഹോവയുടെ നാമത്തിൽ അവനെ ജയിക്കുവാൻ കഴിയും എന്ന് സധൈര്യം പ്രഖ്യാപിക്കുകയും ദാവീദിന്റെ തീരുമാനം അറിഞ്ഞതായ ശൗൽ തന്റെ പടച്ചട്ട തന്റെ പടക്കോപ്പുകൾ അവനെ ധരിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ദാവീദ് അത് താൻ ശീലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ തിരസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ കഥ നൽകുന്നതായ ഒരു വലിയ ഗുണപാഠം ഇതാണ്: പരാജയപ്പെട്ട് നിൽക്കുന്നവരുടേതായ പടച്ചട്ടകൾ നാം ധരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് പരാജയം കൊണ്ടുവരുവാൻ ഇടയാകും. അതേ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പരാജയപ്പെട്ട് ജീവിതത്തിൽ വിജയങ്ങൾ പ്രാപിക്കുവാൻ കഴിയാത്തവരുടേതായ ഉപദേശങ്ങൾ, അവരുടേതായ മാർഗനിർദ്ദേശങ്ങൾ നാം ജീവിതത്തിൽ പാലിക്കുമ്പോൾ തീർച്ചയായും അത് പരാജയത്തിലേക്ക് ചെന്ന് എത്തുവാൻ ഇടയായി തീരും. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയതായ പടച്ചട്ട ധരിച്ചുകൊണ്ട് വേണം നാം ആത്മീക യുദ്ധക്കളത്തിൽ ആയിരിക്കുവാൻ. മറ്റുള്ളവരുടെ പടക്കോപ്പും മറ്റുള്ളവരുടെ പടച്ചട്ടയും ധരിച്ച് നാം ശുശ്രൂഷയിൽ മുന്നേറുവാനായിട്ട് ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ ശുശ്രൂഷയെ അനുകരിക്കുവാനായിട്ട് ശ്രമിക്കരുത്. അവരുടെ ശുശ്രൂഷയെ മിമിക് ചെയ്യുവാനായിട്ട് ശ്രമിക്കരുത്. ദൈവം നമുക്ക് നൽകിയതായ ശുശ്രൂഷ അതിന്റെ നിലവാരത്തിൽ ചെയ്തെടുത്ത് ശുശ്രൂഷയിൽ വിജയം പ്രാപിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.